ഇനി നോക്കാം കാർഷിക വാർത്തകൾ. കാഴ്ചയിൽ ചെറുതാണെങ്കിലും വിലയിൽ വലിപ്പക്കൂടുതലാണ് മൾബറിക്ക്. വേനൽക്കാലത്ത് വീട്ടുമുറ്റങ്ങളിലും പറമ്പുകളിലും കായ്ക്കുന്ന മൾബറി കടകളിലെത്തുമ്പോൾ കിലോയ്ക്ക് 500 രൂപ വരെ നൽകണം. വേനൽക്കാലമായാൽ മൾബറി ചെടികൾ നിറയെ ചുവപ്പും കറുപ്പും നിറങ്ങൾ മൾബറി പഴങ്ങൾ കായ്ച്ചു നിറഞ്ഞു നിൽക്കും. ചെറുതാണെങ്കിലും മൾബറി രുചിയിലും ആരോഗ്യഗുണത്തിലും മുന്നിൽ നിൽക്കും. കേരളത്തിലെവിടെയും സുലഭമായി വിളയുന്ന ചെടിയാണ് മൾബറി. ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിൻ സി, ഇരുമ്പ്, നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും നല്ലതാണ്. ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും മൾബറി സഹായിക്കുന്നു. പ്രമേഹ നിയന്ത്രണം, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുക, അകാല വാർദ്ധക്യം തടയുക, കണ്ണിന്റെ ആരോഗ്യത്തിന് സഹായിക്കുക എന്നീ ഗുണങ്ങളും ഇതിനുണ്ട്. എല്ലാത്തരം മണ്ണിലും വളരാൻ കഴിയുന്നവയാണ് ഇത്. ഈർപ്പം നിലനിൽക്കുന്ന മണ്ണിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മൾബറി കൃഷി ചെയ്യാം. വെള്ള, ചുവപ്പ്, കറുപ്പ് എന്നിങ്ങനെ 3 തരം മൾബറികളാണ് പ്രധാനമായും കേരളത്തിൽ വളരുന്നത്. ഇവ കൃഷി ചെയ്യാനും എളുപ്പമാണ്. നല്ല നീർവാഴ്ചയുള്ളതും സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ സ്ഥലത്ത് വേണം മൾബറി കൃഷി ചെയ്യാൻ. അസിഡിക് അംശം കുറഞ്ഞ കളിമണ്ണ് കലർന്ന മണ്ണിൽ തൈകൾ നടാം. കമ്പ് മുറിച്ചെടുത്ത മണൽ, മേൽമണ്ണ്, ചകിരിച്ചോർ എന്നിവ ചേർത്തുള്ള മിശ്രിതം കൂടയിലാക്കി വെച്ചതിലേക്ക് കുഴിച്ചു വയ്ക്കുക. കമ്പിൽ തളിരിലയും വേരോട്ടവും വരുമ്പോൾ പറമ്പിലേക്ക് മാറ്റി നടാം. നട്ട് 1-2 വർഷത്തിനുള്ളിൽ ഫലം ലഭിച്ചു തുടങ്ങും. കടകളിൽ 1 കിലോയ്ക്ക് 100 മുതൽ 300 വരെയാണ് വില. ഓൺലൈനിൽ 250 മുതൽ 500 വരെ വിലയുണ്ട്. ബ്രാൻഡ് അനുസരിച്ച് വിലയിൽ മാറ്റം വരാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥ വളം ലഭ്യതയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു. ഈ പശ്ചാത്തലത്തിൽ റഷ്യ വളം കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടുതൽ ജാഗ്രതയിലാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ശക്തമാകുന്നതിനിടെ ആഗോള വളവിതരണ ശൃംഖലയിലും സമ്മർദ്ദം ഉയരുകയാണ്. ലോകത്തിലെ അമോണിയം നൈട്രേറ്റിന്റെ ഏകദേശം 40% വിതരണം ചെയ്യുന്ന റഷ്യ ഏപ്രിൽ 21 വരെ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗത തടസ്സങ്ങൾ നേരിടുന്നതിനാൽ അമോണിയയുടെ ലഭ്യത കുറഞ്ഞതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. ആഭ്യന്തര ആവശ്യങ്ങൾ ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇന്ത്യക്ക് അമോണിയം നൈട്രേറ്റ് ഇറക്കുമതിയിൽ റഷ്യ വലിയ പങ്കുവഹിക്കുന്നതിനാൽ ഈ നീക്കം രാജ്യത്തെ ബാധിക്കാനിടയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ പ്രകാരം നിലവിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടായിരുന്നാലും ഖരീഫ് സീസൺ അടുത്തിരിക്കെ ഭാവിയിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ആശങ്കയുയരുന്നു. നിലവിലെ വള സ്റ്റോക്ക് യൂറിയ 6.2 ദശലക്ഷം ടണ്ണും ഡൈ അമോണിയം ഫോസ്ഫേറ്റ് 2.5 ദശലക്ഷം ടണ്ണും NPK കോംപ്ലക്സ് വളങ്ങൾ 5.6 ദശലക്ഷം ടണ്ണുമാണ്. ആഭ്യന്തര ഉൽപ്പാദനം തുടരുന്നുണ്ടെങ്കിലും യുദ്ധസാഹചര്യം നീണ്ടുനിൽക്കുകയാണെങ്കിൽ ഇറക്കുമതിയിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയരാനിടയുണ്ട്. ഇതിന് പരിഹാരമായി ഹോണ്ടുറാസ്, മൊറോക്കോ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ പുതിയ കരാറുകൾ അന്വേഷിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതും പരിഗണനയിലാണ്. പശ്ചിമേഷ്യയിലെ അനിശ്ചിതാവസ്ഥ തുടർന്നാൽ വളവിലയിൽ വലിയ മാറ്റങ്ങൾക്കും കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദത്തിനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.